ജില്ലയിൽ സ്പെഷ്യൽ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നടപടി വേണമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് 595 ഡോക്ടർ തസ്തികകൾ സൃഷ്ടിക്കാനുള്ള പ്രപ്പോസൽ നൽകിയിട്ടുണ്ടെന്ന് DMO മറുപടിയും നൽകി. ഏറ്റവും ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ ഗണ്യമായ കുറവുണ്ടെന്നും ഇത് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും MLAമാരായ P. അബ്ദുൽ ഹമീദ്, കുറുക്കോളി മൊയ്തീൻ എന്നിവർ ആവശ്യപ്പെട്ടു. ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് 595 ഡോക്ടർ തസ്തികകൾ സൃഷ്ടിക്കാനുള്ള പ്രപ്പോസൽ നൽകിയിട്ടുണ്ടെന്ന് DMO മറുപടി നൽകി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ മുഖേന ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് നിർദ്ദേശിച്ചു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ അർബുദ രോഗികൾക്ക് മരുന്നിന് ഏറെ കാലതാമസം നേരിടുന്നുണ്ട്. പണമടച്ചിട്ടും KMCLൽ നിന്നും മരുന്ന് ലഭ്യമാകുന്നില്ലെന്നും ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും കുറുക്കോളി മൊയ്തീൻ MLA ആവശ്യപ്പെട്ടു. KMCLൽ ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് ജില്ലാ കളക്ടർ DMOക്ക് നിർദ്ദേശവും നൽകി. ദേശീയപാതയിൽ എല്ലായിടത്തും സർവീസ് റോഡുകൾ വൺ വേ ആക്കുന്നത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി പുനഃപരിശോധിക്കണം. വീതി കൂടിയ സ്ഥലങ്ങളായ യൂണിവേഴ്സിറ്റി, കോഹിന്നൂർ, ഇടിമുഴിക്കൽ എന്നീ ഭാഗങ്ങൾ 2 വേ ആക്കണമെന്നും P. അബ്ദുൽ ഹമീദ് MLA ആവശ്യപ്പെട്ടു. എൻ്റെ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ജില്ലയിലെ പല ഭാഗങ്ങളും ഉണ്ടാവും. ഇതിങ്ങനെ 1 വേ ആക്കി കഴിഞ്ഞാൽ മൈലുകൾ ദൂരം പോയി കണ്ടിട്ട് ഈ വീതിയുള്ള സ്ഥലങ്ങളിലെങ്കിലും ഒന്ന് 2 വേ ആക്കേണ്ടത് ഏർപ്പാട് ചെയ്തില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. ഇടിമുഴിക്കൽ ഗ്രാമപഞ്ചായത്ത് വരെയുള്ളത്, കാക്കഞ്ചേരി ഐക്യരപ്പടി വരെ. ഞാനവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അതിൻ്റെ കൂടെ വന്നുകൊണ്ട് അത്യാവശ്യം നല്ല വീതിയുണ്ട്. 2 വേ ആക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് റീകൺസൾട്ട് ചെയ്യുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അങ്ങോട്ട് ഒറ്റ ഒരാൾ വന്ന ഒരു ആലോചന ഇല്ലാണ്ട് തീരുമാനിച്ചു പോയിക്കാണ്. അപ്പോൾ ആ കാര്യത്തിൽ അടിയന്തരമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണം. അപകടങ്ങൾ ഒഴിവാക്കാനായി പോലീസ് RTO റിപ്പോർട്ട് പ്രകാരമാണ് തീരുമാനം എടുത്തതെന്നും വിഷയം വീണ്ടും പരിശോധിക്കാമെന്നും കളക്ടർ അറിയിച്ചു. ക്വാറി സാമഗ്രികളുടെ വിലക്കയറ്റത്തെ തുടർന്ന് നിർമ്മാണ മേഖല പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നും P. അബ്ദുൽ ഹമീദ് MLA പറഞ്ഞു. നിലവിൽ ക്വാറികളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെന്നും ദൗർലഭ്യം ഉണ്ടെന്നും ക്വാറി സാമഗ്രികളുടെ വില നിയന്ത്രണത്തിനായി ബന്ധപ്പെട്ടവരുമായി ഉടൻ യോഗം ചേരുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. MLAമാരായ P. അബ്ദുൽ ഹമീദ്, കുറുക്കോളി മൊയ്തീൻ, ആബിദ് ഹുസൈൻ തങ്ങൾ, UA ലത്തീഫ്, നജീബ് കാന്തപുരം, KPA മജീദ്, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ജബ്ബാർ ഹാജി, തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TV ഷാജു, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. 35 വർഷത്തെ സുവർണ പാരമ്പര്യം. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ. ഡിഫറെന്റ് ബൈ ഡിസൈൻസ്, നിങ്ങളെ പോലെ സ്പെഷ്യൽ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. 3 ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ. സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കൂ. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻസ്. സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും.